എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ആസിഡുകൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും LDC മെയിൻസിനായാലും LGS മെയിൻസിനായാലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ആസിഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പഠിച്ചു വെക്കാനായിട്ട് നമ്മൾ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, പുളി, മുന്തിരി. പുളിയിലും മുന്തിരിയിലും അടങ്ങിയിട്ടുള്ള ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർക്കുക? പുളി നമ്മൾ വീട്ടിലൊക്കെ പിഴിയാനായിട്ട് ഉപയോഗിക്കുന്ന പുളിയുടെ കളർ എങ്ങനെയാണ്? നല്ല ബ്ലാക്ക് കളറാണ് അല്ലേ? നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. മുന്തിരി നമുക്കറിയാം അല്ലേ? നല്ല ഡാർക്ക് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ രണ്ട് കളർ ഓർത്ത് നോക്കുക. ടാറിൻ്റെ കളറല്ലേ അത്? ടാറിൻ്റെ അല്ലേ? ടാറിൻ്റെ നല്ല കറുപ്പ് കളറാണ്. അപ്പോൾ അതുപോലത്തെ കളറിലാണ് പുളിയും മുന്തിരിയും ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ നല്ല ടാറിൻ്റെ കളറാണ് പുളിക്കും മുന്തിരിക്കും. അപ്പോൾ ടാർട്ടാറിക് ആസിഡ് അങ്ങനെ ഓർക്കുക അല്ലേ? പുളിയും മുന്തിരിയുടെ കളർ എങ്ങനെയാണ്? ടാറിൻ്റെ കളറാണ്. അപ്പോൾ ഓക്കെ, ടാർട്ടാറിക് ആസിഡ് കിട്ടുമല്ലോ. അടുത്തത് നോക്കുക, തേയിലയിൽ അടങ്ങിയിട്ടുള്ളത് ടാനിക് ആസിഡ് ആണ്. എന്താണ്? ടാനിക് ആസിഡ്. അപ്പോൾ അതെങ്ങനെയാണ് ഓർക്കുക? തേയില എന്ന് പറയുമ്പോൾ നമ്മൾ ചായക്കൊക്കെ തേയിലയൊക്കെ നമ്മൾ എവിടെയാണ് ഇട്ട് വെക്കുക? ഒരു ടിന്നിനകത്താണല്ലോ ഇട്ട് വെക്കുക. ഒരു ടിന്നിനകത്താണ് ഇട്ട് വെക്കുക. അപ്പോൾ ടാനിക് ആസിഡ് ടിന്നിൽ ഇട്ട് വെക്കും എന്ന് ഓർക്കാൽ നമുക്ക് ടാനിക് ആസിഡ് കിട്ടുമല്ലോ. അപ്പോൾ തേയില നമ്മൾ ഇട്ട് വയ്ക്കുന്നത് എവിടെയാണ്? ടിന്നിലാണ്. ടിന്നിൽ ടാനിക് ആസിഡ് കിട്ടിയോ? അടുത്തത് നോക്കുക, തേങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് കാപ്രിക് ആസിഡ് ആണ്. എന്താണ്? കാപ്രിക് ആസിഡ്. ഇത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. തേങ്ങ അല്ലെ, നമ്മൾ ഉണക്കിയിട്ട് കൊപ്ര ഉണ്ടാക്കും അല്ലെ? കൊപ്ര. അപ്പോൾ തേങ്ങയും കൊപ്രയുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ കാപ്രിക് ആസിഡ് കിട്ടുമല്ലോ. തേങ്ങ, കൊപ്ര. അപ്പോൾ കാപ്രിക് ആസിഡ് കിട്ടും. ഓക്കെ, അടുത്തത് നോക്കുക, ഉറുമ്പ്, കടന്നൽ, തേനീച്ച ഇവയിലെല്ലാം അടങ്ങിയിട്ടുള്ള ആസിഡ് ഫോമിക് ആസിഡ് ആണ്. എന്താണ്? ഫോമിക് ആസിഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഉറുമ്പ്, കടന്നൽ എന്നൊക്കെ പറയുമ്പോൾ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വരിയായിട്ടാണ് പോവുക അല്ലെ? ഒന്ന് പോകുന്നതിൻ്റെ പുറകെ ഒന്ന് അങ്ങനെ ലൈനായിട്ടാണ് പോവുക. അപ്പോൾ ഒരു വരി അല്ലെ, ഒരു ലൈൻ ഫോം ചെയ്തിട്ടാണ് ആര് പോവുക? ഉറുമ്പ് പോവുക. അതുപോലെ തന്നെ കടന്നലൊക്കെ ഇങ്ങനെ കുത്താൻ വരുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രൂപ്പായിട്ടാണ് അല്ലെ? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടാണ് അവർ കുത്താൻ വരിക. അതുപോലെ തന്നെയാണ് തേനീച്ച ഇളകി വരുമ്പോൾ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ടാണ് വരിക അല്ലെ? ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടാണ് അവരും വരിക. ഓക്കെ, അപ്പോൾ ഇവർ മൂന്ന് പേരും ഇങ്ങനെ ഫോം ചെയ്യുന്ന ആളുകളാണ് അല്ലേ? ഉറുമ്പ് ഒരു ഗ്രൂപ്പായിട്ട് ഒരു വരി ഫോം ചെയ്തിട്ടാണ് പോവുക. കടന്നലും തേനീച്ചയൊക്കെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഫോം ചെയ്യുക എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഫോമിക് ആസിഡ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഉറുമ്പും കടന്നലും തേനീച്ചയൊക്കെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഒരു വരി ഫോം ചെയ്തിട്ടാണ് പോവുക എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ ഫോമിക് ആസിഡ് എന്ന് ഓർക്കാം. ആണല്ലോ. അടുത്തത് നോക്കുക, അരിയിൽ അടങ്ങിയിട്ടുള്ളത് ഫൈറ്റിക് ആസിഡ് ആണ്. ഫൈറ്റിക് ആസിഡ്. അപ്പോൾ ഈ ഫൈറ്റൊക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ശക്തി വേണം അല്ലേ? അപ്പോൾ നമ്മൾ അരിയുടെ ഭക്ഷണമൊക്കെ കഴിച്ചാലാണ് നമുക്ക് ഫൈറ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഓർത്ത് കഴിഞ്ഞാൽ അരിയും ഫൈറ്റിക് ആസിഡും കൂടിയിട്ട് ഒന്ന് കണക്ഷൻ കിട്ടും അല്ലേ? അരിയാഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഫൈറ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ അരിയും ഫൈറ്റിക് ആസിഡും കൂടെ കിട്ടും. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം, പുളി, മുന്തിരി. പുളിയുടെയും മുന്തിരിയുടെയും കളർ ഓർക്കുക, ടാറിൻ്റെ കളറാണ്. അപ്പോൾ ടാർട്ടാറിക് ആസിഡ് എന്ന് കിട്ടും. അടുത്തത് തേയില എവിടെ ഇട്ട് വയ്ക്കുന്നത്? ടിന്നിലാണ്. അപ്പോൾ ടിന്ന് ടാനിക് ആസിഡ് എന്ന് കിട്ടി. ദെൻ തേങ്ങ എന്ന് പറയുമ്പോൾ കൊപ്രയായിട്ട് ഓർക്കുക. അപ്പോൾ കാപ്രിക് ആസിഡ് കിട്ടുമല്ലോ. ദെൻ ഉറുമ്പ്, കടന്നൽ, തേനീച്ച ഇവയെല്ലാം വരി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടാണ് പോവുക. ഫോം ചെയ്യുക, ഫോമിക് ആസിഡ് കിട്ടിയോ? ദെൻ അരി കഴിച്ചാലാണ്, ആഹാരം കഴിച്ചാലാണ് എന്താണ്? ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈറ്റിക് ആസിഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫൈറ്റിക് ആസിഡ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കുക, തേനീച്ച മെഴുകിൽ അടങ്ങിയിട്ടുള്ളത് സെറോട്ടിക് ആസിഡ് ആണ്. സെറോട്ടിക് ആസിഡ്. അപ്പോൾ അതെങ്ങനെയാണ് ഓർത്തിരിക്കുക? തേനീച്ച മെഴുക്. ഇപ്പോൾ തേനീച്ചയൊക്കെ പറഞ്ഞു തരുവാണ്. നമ്മളിപ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഴുകുതിരിയിൽ നിന്ന് ഇങ്ങനെ ഒറ്റുന്നതില്ലേ, അത് ഒട്ടിയിരിക്കും അല്ലേ? മേലെ വീണ് കഴിഞ്ഞാൽ എന്താണ്? മെഴുക് ഇങ്ങനെ ഒട്ടും അല്ലേ? അപ്പോൾ മെഴുക് എന്നുള്ളതിൽ നിന്നും സെറോട്ടിക് ആസിഡ് ഒട്ടും എന്നുള്ളത് ഓർത്തിരിക്കാമല്ലോ അല്ലേ? മെഴുകിൽ നിന്ന് ഇങ്ങനെ ഒറ്റി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ അത് ഒട്ടി പിടിക്കും അല്ലേ? ഒട്ടും. അപ്പോൾ തേനീച്ച മെഴുക് സെറോട്ടിക് ആസിഡ് ഒട്ടി പിടിക്കുമെന്ന് ഓർക്കുക. മെഴുക് എന്ന് പറയുമ്പോൾ ഒട്ടുന്ന സാധനമാണ്, ഒട്ടി പിടിക്കുന്നുള്ളത് ഓർക്കുക. അപ്പോൾ തേനീച്ച മെഴുകിൽ അടങ്ങിയിട്ടുള്ള എന്താണ്? സെറോട്ടിക് ആസിഡ് ആണ്. ദെൻ സോഡാജലം. അടുത്തത് സോഡാജലം, കാർബോണിക് ആസിഡ്. ഓക്കെ, സോഡാജലത്തിൽ അടങ്ങിയിട്ടുള്ള എന്താണ്? കാർബോണിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ജലം അല്ലെ? ജലം നമ്മളിപ്പോൾ പറയാം കാറിൻ്റെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാന്ന് പറയും അല്ലേ? കാറിൻ്റെ റേഡിയേറ്ററിൽ എന്താണ്? വെള്ളം ഒഴിക്കുക. അപ്പോൾ ജലം, കാർബോണിക് ആസിഡ്. കാറിൽ എന്താണ്? കാറിൻ്റെ റേഡിയേറ്ററിൽ നമ്മൾ ജലം ഒഴിക്കും. അപ്പോൾ സോഡാജലം,
കാർബോണിക് ആസിഡ് കിട്ടുമല്ലോ അല്ലേ. കാറിൻ്റെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്ന കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ സോഡ ജലം ഒഴിക്കും. എവിടെയാണ്? കാറിലാണ് ഒഴിക്കുന്നത്. കാർബോണിക് ആസിഡ് കിട്ടുമല്ലോ. ദെൻ അടുത്തത് വെറ്റിലയിൽ അടങ്ങിയിട്ടുള്ളത് കാറ്റച്യൂണിക് ആസിഡ് ആണ്. എന്താണ്? കാറ്റച്യൂണിക് ആസിഡ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വെറ്റില കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്താണ്? ചുണ്ണാമ്പ് കൂടെ തേക്കും അല്ലേ. ചുണ്ണാമ്പ്. അപ്പോൾ ചുണ്ണാമ്പ്, ചൂണിക്ക്, കാറ്റച്യൂണിക്ക്, ചുണ്ണാമ്പ്. ഓക്കെ, ചൂണിക്ക് കിട്ടാൻ ചുണ്ണാമ്പുമായിട്ടൊന്ന് ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ വെറ്റിലയും ചുണ്ണാമ്പും കൂടെ ആലോചിച്ചാൽ വെറ്റിലയിൽ അടങ്ങിയിട്ടുള്ളത് കാറ്റച്യൂണിക് ആസിഡ് കിട്ടും. ഓക്കെ, അടുത്തത് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ളത് അസെറ്റിക് ആസിഡാണ്. അസെറ്റിക് ആസിഡ്. അപ്പോൾ വിനാഗിരി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വീട്ടിലൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ വിനാഗിരി യൂസ് ചെയ്യും അല്ലേ. വിനാഗിരി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അച്ചാർ അങ്ങനെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അസെറ്റിക്. ഓക്കെ, അസെറ്റിക്. വിനാഗിരി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെറ്റ് ആവാൻ വേണ്ടി. അച്ചാറൊക്കെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അസെറ്റിക് ആസിഡ് കിട്ടുമല്ലോ. അടുത്തത് മണ്ണിൽ അടങ്ങിയിട്ടുള്ളത് ഹ്യൂമിക് ആസിഡാണ്. അപ്പോൾ അത് ഓർക്കാനായിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലെ, ഹ്യൂമിക് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ ഓർക്കാം. ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത്? മണ്ണിലോട്ടാണ് പോകുന്നത് അല്ലേ. ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് മണ്ണാവുന്നതാണ് പറയുക അല്ലേ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സും മണ്ണുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ മണ്ണിൽ അടങ്ങിയിട്ടുള്ളത് ഹ്യൂമിക് ആസിഡ് കിട്ടിയോ. അടുത്തത് മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം യൂറിക് ആസിഡ് കിട്ടിയല്ലോ. അപ്പോൾ നോക്കാം, തേനീച്ച മെഴുക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഒട്ടുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ ഒട്ടുക, സെറോട്ടിക് ആസിഡ്. സോഡ ജലം ഒഴിക്കുന്നത് എവിടെയാണ്? കാറിലാണ്. അപ്പോൾ കാർബോണിക് ആസിഡ്. ദെൻ വെറ്റിലയിൽ എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പ് തേക്കുക. അപ്പോൾ കാറ്റച്യൂണിക് ആസിഡ്. വിനാഗിരി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അച്ചാറൊക്കെ അല്ലേ. അപ്പോൾ അസെറ്റിക് ആസിഡ്. മണ്ണിലോട്ട് അലിയുന്ന ആരാണ്? ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ഹ്യൂമിക് ആസിഡ്. ദെൻ മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ളത് യൂറിക് ആസിഡ്. ഓക്കെ ആണല്ലോ. ഇത്രയും കിട്ടിയോ? അടുത്തത് നോക്കാം ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ളത് ഓക്സാലിക് ആസിഡാണ്. ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ഓക്സാലിക് ആസിഡാണ്. തക്കാളിയിൽ അടങ്ങിയിട്ടുള്ളതും ഓക്സാലിക് ആസിഡാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ളത് ഓക്സാലിക് ആസിഡാണ് എന്ന് ഓർക്കാനായിട്ട് ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ബോക്സിലല്ലേ കിട്ടുന്നത്. ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ബോക്സിനകത്താണ് കിട്ടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ചോക്ലേറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ബോക്സിലാണ്. ബോക്സ് ഓക്സാലിക് ആസിഡ് കിട്ടുമല്ലോ. ബോക്സിലാണ് ചോക്ലേറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് ബോക്സ്, അപ്പോൾ ഓക്സാലിക് ആസിഡ് കിട്ടിയല്ലോ. ദെൻ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ളത് ഓക്സാലിക് ആസിഡാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് തക്കാളിയുടെ നിറം എന്താണ്? നല്ല ചുവന്ന നിറമാണ് അല്ലേ. ഈ ചുവന്ന നിറമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓക്സ് കാളയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്ന് ഇങ്ങനെ കുത്താനൊക്കെ വരുന്നു കേട്ടിട്ടില്ലേ? ചുവന്ന നിറം കണ്ടാൽ. അപ്പോൾ തക്കാളിയുടെ ചുവപ്പ് കണ്ടാൽ ഓക്സിന് ദേഷ്യം വരും അല്ലേ. അപ്പോൾ കാള. അപ്പോൾ ഓക്സിന് ദേഷ്യം വരുന്നത് തക്കാളിയുടെ ചുവന്ന നിറം കാണുമ്പോഴാണ് അല്ലേ. അപ്പോൾ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ളത് ഓക്സാലിക് ആസിഡ്. ഇല്ലെങ്കിൽ തക്കാളി നമ്മളൊരു ബോക്സിലിട്ട് വെക്കും എന്നുള്ളത് ഓർത്താലും അങ്ങനെയും ഓർക്കാം. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തക്കാളിയുടെ ചുവന്ന നിറം ഓർത്തപ്പോൾ ഓക്സുമായിട്ടൊരു കണക്ഷൻ കിട്ടിയപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്തത് മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ളത് അമിനോ ആസിഡ് കേട്ടോ. അപ്പോൾ മാംസ്യം എന്ന് പറയുമ്പോൾ മാംസമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. മിനോ എന്നുള്ളതിൽ നിന്നും മീൻ എടുക്കാമല്ലോ. മീൻ എന്ന് പറയുന്നത് ഒരു മാംസാഹാരം അല്ലേ. അപ്പോൾ മാംസ്യം അമിനോ ആസിഡ്. മീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാംസാഹാരമാണ്. അപ്പോൾ മാംസ്യം അടങ്ങിയിട്ടുള്ളത് ഏതാണ്? അമിനോ ആസിഡ്. മീൻ, മാംസം, അങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുക. അടുത്തത് പാം ഓയിൽ അടങ്ങിയിട്ടുള്ളത് പാൽമാറ്റിക് ആസിഡാണ്. അപ്പോൾ പാമും പാൽമാറ്റിക്കും അതൊരു കണക്ഷൻ കിട്ടിക്കോളൂ അല്ലേ. പാം ഓയിലിൽ അടങ്ങിയിട്ടുള്ളത് പാൽമാറ്റിക് ആസിഡ്. ഒരുപോലെ ഇല്ലേ പറയുമ്പോൾ. അടുത്തത് മരച്ചീനിയിൽ അടങ്ങിയിട്ടുള്ളത് പ്രൂസിക് ആസിഡാണ് അല്ലേ. പ്രൂസിക് ആസിഡ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ മരച്ചീനിയൊക്കെ ഇങ്ങനെ വേവാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വെന്തോന്ന് എങ്ങനെയാണ് നോക്കുക? അതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കും അല്ലേ. എന്ത് ചെയ്യും? പ്രസ് ചെയ്തിട്ടാണ് നോക്കുക. മരച്ചീനിയൊക്കെ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് നമ്മൾ വെന്തോന്ന് എങ്ങനെയാണ് നോക്കുക? പ്രസ് ചെയ്തിട്ടാണ് നോക്കുക. അപ്പോൾ പ്രസ് ചെയ്യും. പ്രൂസിക് ആസിഡ് അല്ലേ. മരച്ചീനി വെന്തോന്ന് നോക്കുന്നത് എങ്ങനെയാണ്? പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രൂസിക് ആസിഡ് കിട്ടുമല്ലോ. അടുത്തത് നോക്കാം, നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിട്ടുള്ളത് സിട്രിക് ആസിഡാണ്. അപ്പോൾ അതിൽ നമുക്ക് സിട്രസും സിട്രിക് ആസിഡുമായിട്ടൊരു കണക്ഷൻ കിട്ടും. അപ്പോൾ നാരങ്ങയും ഓറഞ്ചും സിട്രിക് ആസിഡുമായിട്ടൊരു കണക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചോക്ലേറ്റ് ഓക്സാലിക് ആസിഡ് എങ്ങനെയാണ് ഓർത്തത്?
ചോക്ലേറ്റ് ബോക്സ് അല്ലെ, ബോക്സിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഓക്സാലിക് ആസിഡ്. തക്കാളി അതുപോലെ ബോക്സിലിടുന്ന കാര്യം ഓർക്കുക, അല്ലെങ്കിൽ തക്കാളിയുടെ ചുവന്ന നിറം കണ്ടാൽ ഓക്സിന് ദേഷ്യം വരും അല്ലേ. അപ്പോൾ ഓക്സാലിക് ആസിഡ്. ദെൻ മാംസ്യം അമിനോ ആസിഡ്. മീൻ എന്താണ്, ഒരു മാംസാഹാരമാണ്. അപ്പോൾ മാംസ്യം അമിനോ ആസിഡ്. ദെൻ പാം ഓയിൽ പാൽമാറ്റിക്, പറയുമ്പോൾ ഒരുപോലെ ഉള്ളതുകൊണ്ട് അത് കിട്ടി. ദെൻ മരച്ചീനി പ്രൂസിക്. മരച്ചീനി എന്തോന്ന് എങ്ങനെയാണ് നോക്കുക, പ്രസ് ചെയ്ത് നോക്കുക അല്ലേ, പ്രസ് ചെയ്തിട്ട്. അപ്പോൾ പ്രൂസിക് ആസിഡ്. ദെൻ നാരങ്ങ ഓറഞ്ച് സിട്രസ് സിട്രിക് ആസിഡ്, അങ്ങനെ ഓർക്കാനായിട്ട് പറഞ്ഞല്ലേ. അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ടത് പഠിക്കാനുള്ളത്. അപ്പോൾ ആസിഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കോഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഡ്സ് എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.